ഹായ്, ഞാൻ വിദ്യ. ഹരിതം ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നമ്മൾ ന്യൂസുകൾ കേൾക്കുന്നുണ്ടായിരിക്കും. റാഗിങ്, ബുള്ളിങ്, അതുപോലെ തന്നെ കുറേ കുറ്റകൃത്യങ്ങൾ, പാരൻസിനോട്, ടീച്ചേഴ്സിനോട് അവരോടൊക്കെ ഒന്ന് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുന്ന, ഓപ്പോസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ നമുക്കറിയാം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു പോപ്പുലേഷനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ടീനേജേഴ്സിനെ കുറിച്ചിട്ടാണ്. ടീനേജേഴ്സ് എന്ന് പറയുന്നത് ഒരു 13 തൊട്ടിട്ട് 19 വയസ്സ് വരെ പ്രായമുള്ള ഒരു ആൾക്കാരാണ്. കൗമാരക്കാരെന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. അവരുടെ ഒരു ബയോളജിക്കൽ ചേഞ്ചസ് വരുന്ന ഒരു പ്രായമാണ് അവർക്ക്. ഈ ബയോളജിക്കൽ ചേഞ്ചസ് വരിക എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യമാണ്. ഫിസിക്കലി കുറേ മാറ്റങ്ങൾ അവർക്ക് വരുന്നുണ്ടായിരിക്കും. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്ന ഒരു പ്രായമായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഇവർക്ക് വരുന്നുണ്ടായിരിക്കും. എന്നാൽ ഇങ്ങനെ ബയോളജിക്കൽ ഡിഫറൻസസ്, ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ ഒക്കെ കോമൺ ആയിട്ടുള്ള കാര്യമാണെങ്കിലും ഇവരുടെ ഓരോ കൾച്ചറൽ കോണ്ടെക്സ്റ്റിലും അവർക്ക് വരുന്ന സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആയിട്ടുള്ള അവർക്ക് വരുന്ന എക്സ്പീരിയൻസസിന് വരുന്ന കുറേ മാറ്റങ്ങൾ അതൊക്കെ അവർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാൽ ഒരു ബയോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് അവർക്കൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യമാണ്. ചില കൾച്ചേഴ്സിൽ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും, ഈ ടീനേജ് എന്ന് പറയുന്നത് പൊതുവേ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് സൊസൈറ്റിക്ക് എപ്പോഴും തലവേദന ഉണ്ടാക്കുന്ന ഒരു ഏജ് ഓഫ് ആൾക്കാരാണ് ഈ അഡോളസെന്റ് തൊട്ടിട്ട് യൂത്ത് വരെയുള്ള ആൾക്കാർ. എന്നാൽ ചില സൊസൈറ്റിയിൽ പറയുന്നത് അവരൊരു അഡൾട്ട്ഹുഡിൻ്റെ ഒരു ബിഹേവിയേഴ്സ് കാണിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രായമായിട്ടാണ്. എന്നാൽ ഈ ടീനേജ് എന്ന് പറയുന്നത് അത്രയും കാലം പാരൻസും കുട്ടികളും അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ആയിട്ട് ആണ് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു പ്രായം വരുമ്പോൾ അവരുടെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലായിട്ടുള്ള ഒരു പ്രായമായിരിക്കും. അവർ കൂടുതലും സോഷ്യൽ റിലേഷൻഷിപ്പിനൊക്കെ താല്പര്യം പ്രകടിപ്പിച്ചിട്ട് അവർക്ക് ഒരു നോൺ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോടായിരിക്കും കൂടുതൽ അറ്റാച്ച്ഡ് ആവാനായിട്ടൊക്കെ ഒരു താല്പര്യം വരിക. ഈ നോൺ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഇവർ അറ്റാച്ച്ഡ് ആയിരിക്കുക അവരുടെ ഒരു പിയേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സെയിം ഏജ് ആയിട്ടുള്ള കുട്ടികളുടെ അടുത്തൊക്കെ ആയിരിക്കും ഇവർ കൂടുതലായിട്ടും അടുപ്പം കാണിക്കുന്നുണ്ടായിരിക്കുക. ഈ പിയേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഈ ഒരു പ്രായത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ കുട്ടികളിൽ അവർ കൂടുതലായിട്ടും അവരുടെ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതും അല്ലെങ്കിൽ അവർക്ക് പുതിയതായിട്ടും അവരൊരു വേൾഡിലേക്ക് എത്തിപ്പെടുമ്പോൾ അവരാണ് അവരുടെ ലോകം എന്ന് പറയുന്നത്. ഫ്രണ്ട്സ് ആയിരിക്കും അവർക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. പുതിയ ഇൻഫർമേഷൻസ് അവർ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ പിയേഴ്സിൻ്റെ അടുത്ത് നിന്നായിരിക്കും. ഇതുപോലെ തന്നെ പിയേഴ്സിൻ്റെ അടുത്ത് നിന്ന് ചില നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. ചില പിയേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് അവർ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന പിയേഴ്സ് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ് ചിലപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന കുറേ ന്യൂസുകൾ പോലെ തന്നെ ബുള്ളിങ്, റാഗിങ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കും ചില കുറ്റകൃത്യങ്ങളിലേക്കൊക്കെ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ ഈടായിട്ട് ടീനേജേഴ്സിൻ്റെ ഇടയിലുള്ളത്. ഇവർ കൂടുതലും ഇമ്പൾസീവും ഭയങ്കരമായിട്ട് എടുത്തു ചാടി ഓരോന്ന് ചെയ്യുന്നവരൊക്കെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവർക്ക് ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നത്. അതുപോലെ തന്നെ അവർ പ്രശ്നം വരുന്ന ഒരു ഏരിയ ആണ് അവരുടെ പാരൻസിൻ്റെ ഇടയിൽ. അപ്പോൾ പാരൻസിനെ എങ്ങനെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു വെച്ചാൽ ഇവർക്ക് ഈ ടീനേജേഴ്സിനെ അല്ലെങ്കിൽ അവരുമായിട്ട് എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ എങ്ങനെ ഒരു നല്ല പാരൻ്റ് ആവണം എന്നുള്ളത് എപ്പോഴും അവർക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവരെ എങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തണം എന്നുള്ളത് പാരൻസിനും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഏജാണ്. അപ്പോൾ ഈ പാരൻസിൻ്റെ ഇടയിൽ ഈ ഡിസ്റ്റൻസ് വരുമ്പോൾ കുട്ടികളായാലും അവർ കൂടുതലായിട്ടും പിയേഴ്സിൻ്റെ അടുത്തായിരിക്കും അവർ കൂടുതലായിട്ടും അവർ അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കുക. ഈ ടീനേജേഴ്സിൻ്റെ ഇടയിൽ വരുന്ന ഒരു തോട്ട് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പാരൻസിൻ്റെ ഇടയിൽ എനിക്ക് എപ്പോഴും ഒരു ഫ്രീഡം വേണം, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സ്പേസ് വേണം, എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കാൻ ആഗ്രഹം എന്നായിരിക്കും ഇവരുടെ തോട്ട് പൊതുവേ വരാറ്. അപ്പോൾ ഇവർക്ക് എപ്പോഴും എന്നെ ഒരാൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരാൾ മോട്ടിവേറ്റ് ചെയ്യുന്നതോ, അതിപ്പോൾ പാരൻസ് ആയാലും ഒരു ഔട്ട്സൈഡർ ആയിട്ടുള്ള ആളാണെങ്കിലും മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ അവരെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവർ കൂടുതലായിട്ടും ഒപ്പോസ് ചെയ്യുന്ന ഒരു ബിഹേവിയർ ആയിരിക്കും ഇവർക്ക് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ടായിരിക്കാം. എപ്പോഴും ഈ ഒപ്പോസ് ചെയ്യുന്ന ബിഹേവിയർ കാണിച്ചിട്ട് അവരത് റിയാക്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു ആങ്കറോ അല്ലെങ്കിൽ അഗ്രഷൻ എന്ന രീതിയിലായിരിക്കും അവർ പാരൻസിൻ്റെ അടുത്ത് അത് കാണിക്കുന്നുണ്ടായിരിക്കാം. ഇവർ കൂടുതലായിട്ടും ഇമ്പൾസീവായിട്ട് ഇവരുടെ ഇമോഷൻസ് ഒന്നും ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ചിലപ്പോൾ അതൊരു ഹോർമോൺസിൻ്റെ ഒരു ചേഞ്ചസ് കൊണ്ടൊക്കെ ആയിരിക്കും ഇവർക്ക് വരുന്നത്. അപ്പോൾ അവരിത് ഓവർ റിയാക്ട് ചെയ്തിട്ട് അവിടെ എപ്പോഴും പാരൻസിൻ്റെയും കുട്ടികളുടെ ഇടയിൽ ഒരു റിലേഷൻഷിപ്പിലോ ഒരു പ്രശ്നങ്ങൾ വരാനായിട്ട് ഇത് മെയിനായിട്ട് ബാധിക്കുന്നൊരു കാര്യമാണ്. മൂന്നാമതായിട്ട് അവരെ ബാധിക്കുന്നത് അവർ കൂടുതലായിട്ടും അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുക, പാരൻസിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ മീഡിയേൻ്റെ അടുത്തൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ അവരെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. അവർക്ക് കൂടുതലായിട്ടും
ഒരു ഇമാജിനറി വേൾഡിൽ ഞാനെപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്നെ എപ്പോഴും കുറേ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ ബോഡി ഇമേജിനെ കുറിച്ചിട്ട് ഞാനെപ്പോഴും ഒരു ഡയറ്റ് കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും, അപ്പോൾ ബോഡി ഇമേജിനെ കുറിച്ചിട്ടൊക്കെ ഇവർക്ക് ഭയങ്കര കൺസേൺ ആയിട്ടൊക്കെ ആയിരിക്കും ഇവർ ഉണ്ടായിരിക്കാം. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ സൈബർ ബുള്ളിങ്സ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ടും ഉൾപ്പെടുന്നത് ഈ ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. ഇവരെ എപ്പോഴും വൾണറബിൾ ആയിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും. വേറെ പുറമേയുള്ള ആൾക്കാർക്ക് എപ്പോഴും ഇവരെ ഒരു ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് അവർ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസർ ആയിട്ട് അവർക്ക് ചേഞ്ചസ് വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അപ്പോൾ പുറമേ ഉള്ള ആൾക്കാർക്ക് ഇവരെ എപ്പോഴും അവരുടെ പരിധിയിൽ വരുത്താനായിട്ട് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് യൂസിലേക്കൊക്കെ കൊണ്ടുവരാനായിട്ട് പുറമെയുള്ള ആളുകൾക്ക് അവരെ കൊണ്ടുവരാൻ കൂടുതലും എളുപ്പമായിരിക്കും ഈ കുട്ടികളെയൊക്കെ. അപ്പോൾ ഇവർ കൂടുതലായിട്ടും ഈ മീഡിയ യൂസ് ചെയ്യുന്നത് വഴി ഇവർക്കതൊരു മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അഡിക്ഷനിലേക്കൊക്കെ ഇത് പോകാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഇനി ടീനേജ് ആയിട്ടുള്ള കുട്ടികളെ എങ്ങനെ നമ്മളെ പാരൻസിന് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാം, അല്ല ഇവരെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് പലർക്കും അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഒരു ടീനേജ് ആയിട്ടുള്ള കുട്ടികളിൽ അവരുടെ ഫിസിക്കലി അവർക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ഡിഫറൻസസ് വരുന്നത്, ഹോർമോണൽ ചേഞ്ചസ് വരുന്നത് എന്നൊക്കെ കുട്ടികളെ ഒന്ന് ഇരുത്തി പറഞ്ഞു കൊടുക്കാനൊക്കെ കൂടുതലായിട്ട് ശ്രമിക്കുക. അതൊരു ഹാർഷായ രീതിയിൽ അവർ ഓവർ റിയാക്ട് ചെയ്യുമ്പോൾ അതിനെ ചെയ്യാതെ ഒരു കാമായിട്ടുള്ള എൻവയോൺമെൻറ്റിലായിട്ട് നിങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കുകയായിരിക്കും നല്ലൊരു കാര്യം. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഒരു നല്ല പാരൻ്റ് ആവണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മളെ എക്സ്പീരിയൻസ് കൂടെയൊക്കെ ആയിരിക്കും നമ്മൾ പാരൻറ്റിങ്ങിൽ നിന്നുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ അതിൽ നിന്ന് പഠിച്ചു വരുന്നതൊക്കെ അപ്പോഴായിരിക്കും. അപ്പോൾ ഈ ടീനേജ് ആയിട്ടുള്ള കുട്ടികളിൽ അവർക്ക് വരുന്ന ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കാരണം കൊണ്ടൊക്കെ ആയിരിക്കുന്നത് നിങ്ങൾ തന്നെ മനസ്സിലാക്കി എടുത്തിട്ട് അവരെ കുറച്ചുകൂടി ഒരു മോട്ടിവേഷൻ എന്നതിലുപരി അവരെ ഒരു ഗൈഡൻസ് എന്ന രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു പോസിറ്റീവ് വേയിലായിരിക്കണം അവർ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇവർക്ക് ഒരു അഗ്രഷൻ അല്ലെങ്കിൽ ദേഷ്യമൊക്കെ കൂടുതലായിട്ട് ഇമ്പൾസീവായിട്ട് നിൽക്കുന്ന ഒരു ടൈമായിരിക്കും. അപ്പോൾ നമ്മളതിനെ ഓവർ റിയാക്ട് ചെയ്യാതെ അവരെ ഒന്ന് കാമായിട്ട് ഇരുത്താനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു റോൾ മോഡലായിട്ട് കാമായിട്ട് എൻവയോൺമെൻറ്റ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് അവരെ കൂടുതലായിട്ടും ലിസൺ ചെയ്യാനും അവർക്കൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനുള്ള ഒരു സ്പേസ് കൊടുക്കാനും, അല്ലെങ്കിൽ അവരെന്തിനാണ് ഈ റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ദേഷ്യം നമ്മളടുത്ത് കാണിക്കുന്നത് എന്നുള്ളതിൽ ഒരു റൂട്ട് കോസ് മനസ്സിലാക്കിയിട്ട് അത് എങ്ങനെ മനസ്സിലാക്കുക വിചാരിച്ചാൽ നമ്മൾ അവർക്ക് നന്നായിട്ടൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക, അവരെ കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അവർ എന്ത് പ്രശ്നം കൊണ്ടാണ് അവർ ഈ ദേഷ്യം കാണിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അത് നന്നാക്കാൻ നോക്കിയിട്ട്, അല്ലെങ്കിൽ അവിടെ നമുക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അങ്ങനെയാണ് അവരെ നമ്മൾ ബെറ്ററാക്കി കൊണ്ടുവരുന്നത്. അല്ലാതെ ചില പാരൻസ് അവിടെ കാണിക്കുന്നത് ചിലപ്പോൾ അവരുടെ ദേഷ്യം കൂടി ഈ കുട്ടികളെ അടുത്ത് കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടെ അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറുന്നുണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ അവിടെ അടുത്ത് ഒരു റോൾ മോഡൽ എന്ന രീതിയിൽ നിങ്ങൾ തന്നെ ഒരു കാംനെസ്, അല്ലെങ്കിൽ ഇത്തരം സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ദേഷ്യം വരേണ്ട വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് പാരൻസ് തന്നെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ തന്നെ കുറച്ചുകൂടി കൺട്രോൾ ചെയ്തിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ടീനേജ് ആയിട്ടുള്ള കുട്ടികളെ എപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ പരിധിക്ക് വരുത്തണം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാളും കൂടുതലായിട്ടും നമ്മളവിടെ അവർക്കൊരു ഫ്രണ്ട് എന്ന രീതിയിൽ അവരെ ഇമോഷൻസൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു ഗൈഡൻസ് കൊടുക്കുകയാണെങ്കിൽ അവരെ നമുക്ക് ഒന്നുകൂടി ബെറ്ററാക്കി കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ നമ്മളെ ചിലപ്പോൾ പുഷ് ചെയ്തേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട, എനിക്ക് പാരൻസ് വേണ്ട എന്ന രീതിയിൽ അവർ ചിലപ്പോൾ റിയാക്ട് ചെയ്തേക്കാം. അപ്പോൾ നമ്മളവിടെ ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്യല്ലാതെ അവർക്ക് എപ്പോഴും നമ്മളെ വേണം, അവരുടെ ഉള്ളിൽ നമ്മൾ പാരൻസിന് എപ്പോഴും വേണം. എന്നാൽ അവരത് റിയാക്ട് ചെയ്യുന്ന രീതി ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവരെ എപ്പോഴും അവരുടെ സെൽഫ് കോൺഫിഡൻസിനെ താഴ്ത്തി കെട്ടാതെ ക്രിട്ടിസൈസ് ചെയ്യാതെ നമ്മളെപ്പോഴും അവർക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് ശ്രമിക്കേണ്ടത്. ആസ് എ സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ നമുക്കെപ്പോഴും ഇത്തരം കുട്ടികൾ വരികയാണെങ്കിൽ നമുക്കെപ്പോഴും അവർക്കൊരു കോപ്പിംഗ് സ്ട്രാറ്റജീസും കോപ്പിംഗ് സ്കിൽസൊക്കെ പഠിപ്പിച്ചിട്ട് നമുക്കും ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ചിലപ്പോൾ പാരൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അടുത്ത് അവർ ഓപ്പൺ കമ്മ്യൂണിക്കേഷന് തയ്യാറായിട്ട് നമുക്ക് അവർക്കൊരു പോസിറ്റീവ് റീൻഫോഴ്സ്മെൻറ്റ്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അത് സാധിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഒരു അപ്രിസിയേഷൻ എന്ന രീതിയിൽ അവർക്ക് സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരുടെ ബാഡ് ബിഹേവിയേഴ്സിനെ നമുക്ക് ഇല്ലാതാക്കാണ് നോക്കേണ്ടത്. അപ്പം എപ്പോഴും സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ അവർക്ക് വേണമെങ്കിൽ നമുക്കൊരു റിലാക്സേഷൻ ടെക്നിക്സോ അല്ലെങ്കിൽ ഗ്രൂപ്പ് തെറാപ്പി പോലെ പാരൻസിനെയും കുട്ടികളെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ തെറാപ്പി എന്ന രീതിയിലൊക്കെ കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ ഇത്തരം കുട്ടികളെ നമുക്ക് എങ്ങനെ അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാം, എങ്ങനെ ഇമോഷണൽ റെഗുലേഷൻസ് പഠിപ്പിച്ചു കൊടുക്കാം, എങ്ങനെ ഒരാളുകളുടെ അടുത്ത് പെരുമാറാം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ എങ്ങനെ നല്ലപോലെ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ പാരൻസിൻ്റെ അടുത്ത് നമുക്ക് പറയാനുള്ളത്, ഈ പ്രായത്തിൽ
ദേഷ്യം, വാശി അല്ലെങ്കിൽ ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട് പെരുമാറുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളത് ഓവർ റിയാക്ട് ചെയ്യാതെ അങ്ങനെ അവരുടെ ഇമോഷൻസ്, അതിൻ്റെ റൂട്ട് കോസ് മനസ്സിലാക്കി അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇവരെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ പരിധിയിൽ അവർ വരുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്കൊരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ടോപ്പിക്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.